പൊതുവേ ഇല്ലേ സ്ത്രീകൾ ഭർത്താക്കന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണെന്നറിയാവോ? ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് അറിയാവുന്ന എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ സ്ത്രീകളെയും കൂട്ടുകാരെയൊക്കെ വെച്ച് അവരുടെ ആഗ്രഹങ്ങളുമൊക്കെ ചുമ്മാ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാണ്. ഇത് മനഃശാസ്ത്രപരമായ വലിയ പഠനമൊന്നും നടത്തിയിട്ടൊന്നും ഞാൻ പറയുന്നതല്ല. ഞാൻ അവരിൽ നിന്ന് കേട്ടത് ശേഷം അവരുടെ അഭിപ്രായങ്ങൾ, അവരോരോ ഭർത്താക്കന്മാരിൽ നിന്നും പ്രതീക്ഷിക്കണ എന്താണെന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം ഒരു 10-25 പേരിൽ നിന്ന് കിട്ടിയ ഇത് വെച്ചാട്ടോ ഞാനീ പറയുന്നത്. ഞാനും ഇതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഏകദേശം ഒരേ ആഗ്രഹങ്ങൾ തന്നെയായിരിക്കും. ഇത് പൊതുവായിട്ട് പറയണതല്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയണതാണ്. ചിലർക്ക് വ്യത്യാസം കാണാതിരിക്കാം, എങ്കിലും പൊതുവായിട്ട് പറയുന്ന കേട്ടോ. അതായത് മിക്ക സ്ത്രീകളും ഭർത്താക്കന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരെ എന്നാൽ ആ സമയത്ത് ഭർത്താക്കന്മാർ സപ്പോർട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ ഒന്ന് സംരക്ഷിക്കണം, നമ്മളെ നോക്കണം, നമ്മളെ ശ്രദ്ധിക്കാവുള്ളൂ, എപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരിക്കണം, എന്നോട് സ്നേഹം കാണിക്കണം, എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നിങ്ങനെ ചിന്തിക്കുന്ന പെണ്ണുങ്ങളാണ് സ്ത്രീകളധികവും, ഇല്ലേ? അവരുടെ വീട്ടിലിങ്ങനെ കെയർ കിട്ടി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നടന്നു. അത് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ ആയി കഴിയുമ്പോൾ ഭർത്താവും അതുപോലെ തന്നെ അവരെ ചേർത്ത് പിടിക്കണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവരെന്നെ കാണിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചില എന്താ പറയുന്നത് കുറുമ്പുകൾ, അതായത് ദേഷ്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും പതുക്കെ, ഇല്ലേ? ഭർത്താവിൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലതും അതുകൊണ്ട് കാണിക്കും, ഇല്ലേ? അപ്പം അങ്ങനെ അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കെയറാണ്, നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുമാതിരി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബബന്ധം എനിക്ക് തോന്നുന്നു ഡൈവോഴ്സിലേക്കൊന്നും എത്തിപ്പോവില്ല. സ്നേഹത്തോടു കൂടി എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ അങ്ങ് മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഭർത്താക്കന്മാർ ഇച്ചിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ. ഞാൻ ഭാര്യമാരെ കുറിച്ചുള്ള അടുത്തൊരു വീഡിയോ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഭർത്താക്കന്മാരെ കുറിച്ചാണ്. പിന്നെയുള്ളത് ഭർത്താക്കന്മാർ അവരുടെ കൂടെ സമയം ചെലവാക്കണമെന്ന് പല സ്ത്രീകളും ആഗ്രഹിക്കുന്ന, കൂടുതൽ സമയം ഭാര്യമാരുടെ അടുത്തിരിക്കണം എന്ന് അവരാഗ്രഹിക്കും. അത് മിക്കവാറും സാധിക്കില്ല. കാരണം ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലാത്തപ്പോഴും ഒക്കെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഓരോ തിരക്കുകളാണ്. പക്ഷെ സാധിക്കില്ല. എങ്കിലും നമുക്ക് കിട്ടുന്ന സമയം നമ്മുടെ ഭാര്യയുടെ കൂടെ ചെലവഴിക്കുകയാണെങ്കിൽ ഭാര്യമാർക്ക് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്, ഇല്ലേ? അവരുടെ കൂടെ ഇരിക്കുക, അവരോട് ഒരുമിയിരിക്കുക, അവരോട് സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചില റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇരിക്കാൻ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആണുങ്ങൾക്ക് അതിനോട് വലിയ ഇതൊന്നും കാണില്ല. ആണുങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സും കാണില്ല. അവർക്ക് ഈ സാമ്പത്തികം ഉണ്ടാക്കണം, മുന്നോട്ട് പോണ കാര്യത്തെക്കുറിച്ചായിരിക്കും ചിന്തയൊക്കെ. എന്നാൽ പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് എപ്പോഴും ഈ സമ്പത്തിനേക്കാളും ഒക്കെ ഇഷ്ടം ഭർത്താവിൻ്റെ കൊഞ്ചലും ഭർത്താവിൻ്റെ സ്നേഹവും അടുത്തിരിക്കണമെന്നും ഒത്തിരി സമയം ഇരിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം, ഇല്ലേ? അപ്പോൾ കിട്ടുന്ന സമയം നമ്മുടെ ഭാര്യമാരുടെ അടുത്തിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഭാര്യമാർക്ക് അതൊരു കൂടുതൽ സ്നേഹം ഭർത്താവിനോട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെയുള്ള സാധനം, ഭാര്യമാർക്ക് ഈ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. അതേപോലെ എന്നാ പറയണേ, ഒരു സാധനം അവർ കളയില്ല. സ്ത്രീകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയൊക്കെ കളയുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് കേട്ടോ, അതല്ല. എന്നാലും 98% സ്ത്രീകളും സമ്പാദിക്കണം എന്നുള്ള സ്വഭാവക്കാരായിരിക്കും. അത് പൈസ ആണെങ്കിൽ സൂക്ഷിച്ചു വെക്കണം. പണ്ടത്തെ അമ്മമാരൊക്കെ ഈ അരിപ്പാത്രത്തിനകത്തൊക്കെ പൈസയൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെച്ച് കണ്ടിട്ടില്ലേ? അപ്പം ഇച്ചിരി പൈസ എവിടുന്നെങ്കിലും കിട്ടിയാൽ പോലും അതൊക്കെ സമ്പാദ്യശീലമാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഭാവിയിലോട്ട് നോട്ടം ഉള്ള സ്ത്രീകളായിരിക്കും. അവർക്ക് സമ്പാദിക്കണം എന്നൊക്കെ ഉള്ളവരുണ്ട് കേട്ടോ. 1%-2% സ്ത്രീകൾ സമ്പാദിക്കില്ലാത്തവരുണ്ട്, ദൂർത്തടിക്കുന്നവരുണ്ട്. അതല്ല, അല്ലാത്ത പൊതുവായിട്ടുള്ള സ്ത്രീകൾ സമ്പാദ്യശീലം ഉള്ളവരായിരിക്കും. അത് പൈസ കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പൈസ സൂക്ഷിക്കുക. പിന്നെ എന്ത് പഴയതാണെങ്കിലും പാത്രങ്ങളും ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ച് അതൊക്കെ മേടിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക. തുണികൾ മേടിച്ച് സൂക്ഷിച്ച്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യാറുണ്ട്. അതിനകത്ത് സമ്പാദ്യശീലം നല്ലൊരു ശീലമാണ്. ബാക്കിയുള്ള ഈ പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് കാലാകാലങ്ങളോട് സൂക്ഷിച്ച് വെക്കുക. അതാരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുക. ആരെങ്കിലും വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വരും. പക്ഷേ ആ വീട്ടിലേക്കെങ്ങും അധികമൊന്നും ആരും വരാറുമില്ല. വന്നാൽ തന്നെ അവരെന്തെങ്കിലും ഒരു ചായ വല്ലതും കുടിച്ചിട്ട് പോവുകയും ചെയ്യും. പാത്രങ്ങളൊന്നും ഉപയോഗിക്കാറും കൂടെ ഇല്ല. എങ്കിലും ഇവരിങ്ങനെ മേടിച്ച് സൂക്ഷിച്ച് വെക്കുന്ന സ്വഭാവമുണ്ട്. അതിനെ ഭർത്താക്കന്മാർ കുറ്റപ്പെടുത്താണ്ടിരുന്നിട്ടുണ്ട്. ആവശ്യത്തിനെന്ന് പറഞ്ഞു കൊടുക്കുക, അത് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക, അല്ലാതെ അതിനെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പിന്നെ ഭാര്യമാരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒന്ന് അഭിനന്ദിക്കുന്നത് നല്ലതാണ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്, അല്ലാണ്ട് ഉപ്പ് കൂടിപ്പോയി, എരിവ് കൂടിപ്പോയി, കൊള്ളില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാതിരിക്കുക. ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഭർത്താക്കന്മാർ
അത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ ശേഷം വേണമെങ്കിൽ പറയാം ഇത് ഇച്ചിരി ഉപ്പ് കുറച്ചാൽ നല്ലതാണ്, ഇച്ചിരി എരിവ് കുറച്ചാൽ നല്ല എന്നിങ്ങനെ പറയുന്നത് ഭാര്യമാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അവരെ അഭിനന്ദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരെ എന്നാ പറയുന്നത് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ആ കൊള്ളാട്ടോ, അടിപൊളിയാട്ടോ എന്നിങ്ങനെയൊക്കെ പറയുന്നത് ഭാര്യമാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഭാര്യമാരുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്നെ കാണാൻ നല്ല രസമുണ്ട്, നീ ഇന്ന് നല്ല രസമുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ഭാര്യമാർക്ക് സ്വാഭാവികമായിട്ടും അത് അവരുടെ മനസ്സിലൊരു സന്തോഷം തോരുന്ന ഒരു കാര്യമാണത്. അപ്പം അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പറയുന്നതൊക്കെ നല്ലതാണ്. നല്ല രസമുണ്ട് ഇന്ന് കാണാൻ എന്നൊക്കെ പറയുന്നതൊക്കെ നല്ലതാണ്. ഇടയ്ക്കൊന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ഇന്ന് അടിപൊളിയാട്ടോ എന്നൊക്കെ പറയുന്നതും നല്ല രസമാണ്. അതൊരു അവരുടെ ഇടയിൽ ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ താരതമ്യപ്പെടുത്തി പറയാതിരിക്കുക. അതായത് എൻ്റെ അനിയൻ്റെ ഭാര്യ അങ്ങനെയാണ്, അല്ല എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഇങ്ങനെയല്ല, അയലോക്കത്തെ ചേച്ചി ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ പൊക്കി പറയാണ്ടിരിക്കുക. അത് ഭാര്യമാർ, അത് ആ സ്വന്തം അമ്മയാണെങ്കിൽ പോലും പൊക്കി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നിർത്തുക, അവരെ അവരുടെ ഭാഗത്തേക്ക് വിടുക. ഭാര്യേനെ മാത്രമായിട്ട് നമ്മൾ കാണുക, ഭാര്യേനെ മാത്രമായിട്ട് നമ്മൾ പൊക്കി പറയുകയും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെയുള്ളവരല്ലേ ഉള്ളൂ. ഒരു ദിവസമോ 2 ദിവസമൊന്നും അല്ലല്ലോ അവർ കൂടെയുള്ള, നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ കൂടെയുള്ളതാകുമ്പം ഒന്ന് പൊക്കി പറഞ്ഞു എന്ന് ഓർത്തുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പൊക്കി പറയുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളത്. മിക്ക ഭർത്താക്കന്മാരും മറന്നു പോകുന്ന ഒരു കാര്യമാണത്. അവരെങ്ങനെയോ ഓർക്കില്ല ആ സമയമാകുമ്പോൾ. കാരണം ഒരു വർഷമൊക്കെ കഴിഞ്ഞ് വരുന്ന സാധനം ആയതുകൊണ്ട് അവരേതെങ്കിലും തിരക്കിലൊക്കെ പെട്ട് നടക്കുമ്പോൾ ഇത് മറന്നു പോകും. അപ്പോഴായിരിക്കും ഭാര്യമാർ ഇത് ഒരു സാധനവും മറക്കില്ല. എന്ത് വന്നാലും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഭാര്യമാർ മറക്കണ പ്രസ്ഥാനമില്ല. പെണ്ണുങ്ങളുടെ പ്രത്യേക ഒരു നേച്ചറാണ് അത്. അവരത് ഓർത്തിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെന്നാലും എൻ്റെ ബർത്ത്ഡേ വന്നിട്ട് പറഞ്ഞില്ലല്ലോ, നിങ്ങളെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നിട്ട് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. നമ്മുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ വന്നിട്ട് മറന്നുപോയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പം അതൊന്ന് ഓർത്തിരുന്ന് അങ്ങനെ ഒന്ന് അഭിനന്ദിക്കുന്നതോ ഒരു കേക്ക് മേടിച്ചു കൊടുക്കുന്നതോ ഒക്കെ നല്ല കാര്യമാണ്. ഒരു നൈറ്റെങ്കിലും മേടിച്ചു കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പിന്നെ കണ്ടിട്ട് പിന്നെ ഭർത്താക്കന്മാർക്ക് പറയാൻ വേണമെങ്കിൽ, എടി നമുക്ക് എന്നും 365 ദിവസവും നമ്മൾ ആഘോഷങ്ങളല്ലേ, നമ്മുടെ ജീവിതമല്ലേ നമ്മൾ ആഘോഷിക്കണം, അല്ലാണ്ട് ഈ പ്രത്യേക ദിവസത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് 365 ദിവസം ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സോപ്പിങ് വർത്തമാനമായിട്ട് വേണമെങ്കിൽ പറയാം അല്ലേ. അതപ്പോൾ ഭാര്യമാരെ ഒന്ന് സോപ്പിട്ട് വെക്കാനൊക്കെ നല്ലതാണ്. അതങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചു കൊടുക്കുന്നതല്ല. അതായത് ഒരു പൊട്ട് മേടിച്ചു കൊടുക്കുക, കൺമഷി മേടിച്ചു കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും, അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് കൊണ്ടിട്ട് ഡ്രൈവിങ് പഠിക്കാനോ നീന്തൽ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള അതൊക്കെ ഭർത്താക്കന്മാർ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ ആ ഭർത്താവിനോട് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഭർത്താക്കന്മാർ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, മിക്ക ഭാര്യമാരും ഭർത്താക്കന്മാരുടെ കൂടെ ഇരുന്ന് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്. അത് അടി കലശലയിലേ അവസാനിക്കുള്ളൂ കേട്ടോ. എനിക്കും അനുഭവമുള്ളതാണ്. അങ്ങനെയല്ല പിടിക്കണ്ടേ, ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് പിടിക്കണ്ടേ, അങ്ങനെയാണ് ഗിയർ മാറണ്ടേ, അങ്ങനെയാണ് ക്ലച്ച് ചവിട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങും. അവർക്ക് നമ്മുടെ അടുത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ എവിടം തൊട്ട് തുടങ്ങിയെന്ന് വെച്ചാൽ 1 കിലോമീറ്റർ പോണതിനിടയ്ക്ക് ഒരു 10 അടിയെങ്കിലും വെച്ചിട്ടേ തീരുള്ളൂ. അത് സ്വാഭാവികം മാത്രമാണ്. അതുപോലെ ക്ഷമയോടെയുള്ള ഭർത്താക്കന്മാരുടെ കൂടെ ഇരുന്ന് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിനോട് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം എന്നെ ഡ്രൈവിങ് പഠിപ്പിക്കുന്നതും എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയതും എൻ്റെ ഭർത്താവാണല്ലോ എന്നൊരു ചിന്ത വരും. അല്ലെങ്കിലുണ്ടല്ലോ ഈ മിക്ക ഭർത്താക്കന്മാരും ദേഷ്യപ്പെടും. അത് ഉറപ്പായ കാര്യമായിട്ട്. അതൊന്നും ഓർത്ത് ഭാര്യമാർ വിഷമിക്കുന്നു, എല്ലായിടത്തും തന്നെ ഉള്ളതാണ് അത്. അത് അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീന്തൽ പഠിക്കാൻ ആഗ്രഹമുള്ള നീന്തൽ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളല്ലേ. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾക്ക് വലിയ കാശ് മുടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ ജീവിതത്തിൽ നല്ലതാണ്. പിന്നെ പെയിൻറ്റിങ് ചെയ്യാനുള്ള ആഗ്രഹമുള്ള സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കാം, ബിരിയാണി ഉണ്ടാക്കണതും അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളുണ്ട്. അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിടും. വലിയ കാശ് മുടക്കില്ലെങ്കിൽ എന്നും ബിരിയാണി എന്നും എന്നു പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കണം എന്നല്ലാട്ടോ പറയണത്. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും അത് ബുദ്ധിമുട്ടാവും. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചൊക്കെ വിടുന്നത് ഭാര്യമാർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത് ഏത് സമയം നല്ല വൃത്തിയായിട്ട് നടക്കുന്ന ഭർത്താക്കന്മാർക്ക് ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് വീട്ടിൽ ആണേലും എന്നോർത്ത് പുതിയ ഡ്രസ്സൊന്നും അല്ലാട്ടോ, ഉള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല വൃത്തിക്ക് നടക്കുമ്പോൾ ആ ഭാര്യയോട് ഭർത്താവിനൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും. ഇനി നമ്മൾ പറയുന്നതെല്ലാം കേൾക്കാനൊരു മനസ്സ് വയ്ക്കുന്നത്, അതാണ് ഏറ്റവും പ്രധാനം. ഈ പല സ്ത്രീകളും പല പുരുഷന്മാരെയും പുറകെ പോകുന്നതിന് കാരണം എന്താണെന്നറിയാം. നമ്മൾ ചിലർ ഭാര്യമാർ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഒളിച്ചോടി കഴിയുമ്പോൾ നമ്മളവർക്ക് എന്നാ കണ്ടിട്ട് അവൻ്റെ കൂടെ പോയി എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ.
ഒരു ഒന്നിനും കൊള്ളില്ലാത്തവനായിരിക്കും. പക്ഷേ ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഭയങ്കര സുമുഖൻ, വിദ്യാസമ്പന്നൻ, എല്ലാം കൂടെ ഒത്തിണങ്ങിയ ആളുമായിരിക്കും. പക്ഷേ ഈ സ്ത്രീ എന്തുകൊണ്ട് അവൻ്റെ കൂടെ പോയേ, നമ്മളിങ്ങനെ 2 പിള്ളേരുള്ള സ്ത്രീ എന്തുകൊണ്ട് അവൻ്റെ കൂടെ പോയെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയാം, ഈ ഭാര്യ ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ പലതും ഭർത്താവ് കേൾക്കില്ല. ഭർത്താവ് ഒന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും വെക്കില്ല. അപ്പം ഈ പറയുന്ന വ്യക്തി, അതായത് അന്യപുരുഷൻ ഇവിടെ കേൾക്കാൻ റെഡിയാകും. അവൻ ആ സമയം നോക്കി അത് മുതലെടുക്കുകയും ചെയ്യും. അവൻ ഇവള് പറയണേ എന്തും കേട്ടോണ്ടിരിക്കും. ഇവക്കടെ വിഷമങ്ങൾ കേൾക്കും, ഇവക്കടെ സന്തോഷങ്ങൾ കേൾക്കും, ഇവക്കടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും. എല്ലാം കാണുമ്പോൾ അത് തന്നെ യഥാർത്ഥ പുരുഷൻ എന്നോർത്തോണ്ട് പെണ്ണുങ്ങൾ അയാളുടെ പുറകെ ഓടിപ്പോകാൻ ശ്രമിക്കും. അപ്പം നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഭാര്യയുടെ മനസ്സൊന്ന് കേൾക്കാൻ ഒരു സമയം ചെലവഴിക്കുക. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും എന്തൊക്കെയാണ് വീട്ടിൽ നടന്നതെന്നും, എന്നെ മക്കളുടെ കാര്യങ്ങളും ഭാര്യയുടെ കാര്യങ്ങളും അമ്മയച്ഛനുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നടന്നതെന്ന് നമ്മളിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി ഭാര്യയോട് ചേർത്തിരുത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഭാര്യയുടെ മുഖത്തേക്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. എന്നിട്ട് കാലങ്ങൾ മാറിപ്പോകുമ്പോൾ നമുക്ക് ആ മുഖത്ത് കാണാൻ പറ്റണമെന്നേ. അതായത് ഭാര്യയ്ക്ക് പ്രായമാകുന്നതും നമുക്ക് ഭർത്താവിന് പ്രായമാകുന്നതൊന്നും നമ്മുടെ കൂടേക്ക് വന്ന കല്യാണം കഴിഞ്ഞ് വന്ന ഭാര്യ അല്ലല്ലോ ഇത്. ഇവളിപ്പം പണിയെടുത്തും അല്ലാതെ മക്കളെ വളർത്തിയും ഒക്കെ ഇവർക്ക് എന്തെല്ലാം ക്ഷീണങ്ങളുണ്ടെന്ന് ഒക്കെ ഒന്ന് മനസ്സിലാക്കി ആ ഭാര്യേനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി, ഒന്ന് പുഞ്ചിരി കൊടുക്കാനോ ഒരു ഉമ്മ കൊടുക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി, നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാകും. ഉറപ്പായ കാര്യം, ഒരു പെണ്ണും നമ്മളെ ഇട്ടിട്ട് പോവുകയില്ല, ഒരു ആണുങ്ങളും നമ്മളെ ഇട്ടിട്ട് പോകില്ല. നമ്മൾ ഈ രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പല കുടുംബജീവിതം പലപ്പോഴും എന്നാണെന്നറിയാം, മനസ്സിലാക്കാതെ വരുന്നതാണ് കുടുംബജീവിതത്തെ തകർച്ചയ്ക്ക് കാരണം. പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കില്ല. പലരും പറയുകയില്ല, കേൾക്കാൻ റെഡിയാകുകയില്ല. ആ പറയണതും കേൾക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവിടെ ഒരു ഭയങ്കര ഇതായിരിക്കും, അടുപ്പമായിരിക്കും അവർ തമ്മിലുള്ള. ആർക്കും അതിനെ വേർപെടുത്താൻ സാധിക്കില്ലെന്നേ. അത് ഉറപ്പായ കാര്യമാണ്. എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കുക, ഇങ്ങനെയൊക്കെ സമയം ചെലവഴിക്കുക. എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ തോളത്ത് കൈയിട്ട് കയ്യെ പിടിച്ചൊക്കെ ഒന്ന് നടക്കുക. ഇതൊക്കെ ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യം. പെണ്ണുങ്ങൾ പറയില്ല, അതിലൊന്നും നാണം വിചാരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണുങ്ങളിങ്ങനെ കയ്യെ പിടിച്ചോണ്ട് നടക്കുക, അങ്ങനെയൊക്കെ കാണിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങളെ കൊഞ്ചിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കേ. നമ്മുടെ ജീവിതം ഈ ആണുങ്ങൾക്ക് എന്ന് പറയുന്നത് അവരെന്നാ വെച്ചാൽ താന്നു കൊടുക്കാൻ അവർ റെഡിയല്ല. അവർ വലിയ പുള്ളികളാന്നുള്ള ഭാവത്തിലിരിക്കുള്ളൂ. ഏതാണെങ്കിലും അതെ കേട്ടോ. അതായത് അവർക്കെങ്ങാനും താന്ന് ഭാര്യയുടെ മുമ്പിൽ എങ്ങാനും ഇച്ചിരി കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മോശമാണെന്നൊരു വിചാരിക്കും. അതിലൊന്നുമില്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ താന്നു കൊടുക്കുകയല്ല, നമ്മൾ ഈ എന്നാ പറയുക, ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ അടിച്ചിരുത്തി സംസാരിക്കുന്ന അതൊന്ന് നിർത്തി ഇച്ചിരി സ്നേഹം കലർത്തി സംസാരിച്ച് നോക്കിയേ, ആ കുടുംബജീവിതം സന്തോഷത്തോടു കൂടി തന്നെ പോകും. ഉറപ്പായ കാര്യമാണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിനകത്തൊരു കെമിസ്ട്രി. എപ്പോഴും ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ വേറെ ആരുടെയും പുറകെ പോവില്ല, വേറെ ഒരിടത്തും പോവില്ല, നമ്മളിട്ടിട്ടും പോവില്ല. ആ ഭാര്യ നമ്മളിട്ടിട്ട് ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഇവിടെ ചേർമ്മയില്ലാണ്ട് വരുമ്പോഴാണ് അവർ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തി നോക്കിക്കേ. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. ഇതിനകത്ത് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ മിക്ക 98% സ്ത്രീകൾക്കും ഇതൊക്കെയാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. ഭർത്താവിൽ നിന്ന് ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ അവരുടെ ജീവിതത്തിൽ. അല്ലാണ്ട് വലിയ ആനക്കാര്യങ്ങളൊന്നും, വലിയ സമ്പത്തുണ്ടാക്കണമെന്നൊന്നും സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല. കൊട്ടപ്പടി സ്വർണം മേടിച്ചതിനൊന്നും ഒരു സ്ത്രീകൾ ഈ ഇത്രയും കെയർ, സ്നേഹം എല്ലാം തുറന്നു പറയുക, അവരെ കേൾക്കാൻ ഒരു മനസ്സ് വയ്ക്കുക, സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ പങ്കുവെക്കുക. ഇതുമാത്രം. നമ്മൾ ഈ ഓട്ടപ്പാച്ചിൽ നടത്തുന്ന ഭർത്താക്കന്മാർ ഈ ഓട്ടപ്രദർശനം നടത്തുന്നതിനിടയ്ക്ക് ഒരു നിമിഷം മാത്രം നമ്മുടെ ഭാര്യയുടെ നേരെ ഒന്ന് നോക്കൂ. അപ്പം നമുക്കറിയാം അതിൻ്റെ മാറ്റം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം.